സ്വർണ്ണാഭരണങ്ങളടക്കം വിലപിടിപ്പുള്ള പല വസ്തുക്കളും നമ്മൾ ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കാറുണ്ട്. കാരണം വീട്ടിലേക്കാളും സുരക്ഷിതമാണ് ബാങ്ക് ലോക്കറിൽ എന്നാണ് നമ്മൾ ചിന്തിക്കാറ്. എന്നാൽ ബാങ്കിലെ ലോക്കർ സംവിധാനം ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ ലോക്കർ സംവിധാനങ്ങൾ RBIയുടെ നിയമങ്ങൾ അനുസരിച്ചാണ് സാധാരണ പ്രവർത്തിക്കുന്നത്. 2021 മുതൽ ഈ നിയമങ്ങളിൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൂക്ഷിക്കാൻ ബാങ്കുകൾക്ക് ഒരു കാരണവശാലും അവകാശമില്ല. ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടത്താനും ബാങ്കുകൾക്ക് സാധിക്കില്ല. അതേസമയം ഉപഭോക്താവ് ഏതെങ്കിലും കൃത്രിമം കാണിക്കുകയോ വസ്തുക്കൾ മോഷണം പോവുകയോ ചെയ്താൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാങ്കുകൾക്ക് തന്നെയായിരിക്കും. കൂടാതെ ഉപഭോക്താക്കൾക്ക് ബാങ്ക് നഷ്ടപരിഹാരം നൽകേണ്ടിയും വരും. ബാങ്കിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ച കൊണ്ടാണ് ലോക്കറിൽ സൂക്ഷിച്ചിട്ടുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടതെങ്കിൽ വാർഷിക ലോക്കർ വാടകയുടെ 100 മടങ്ങ് വരെ ബാങ്ക് ഉപഭോക്താവിന് നൽകേണ്ടി വരും. ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നാൽ ഉറപ്പായും പരിശോധനകൾ നടത്തും. അന്വേഷണത്തിൽ ബാങ്ക് ക്രമക്കേടിൽ ഉത്തരവാദി അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ഇല്ല. എല്ലാ ബാങ്കുകളുടെയും നിയമങ്ങൾ അനുസരിച്ച് ഉപഭോക്താക്കൾക്ക് ലോക്കർ തുറക്കുന്നതിന് പരിധിയുണ്ട്. ആ പരിധി അവസാനിച്ച് പിന്നീടുള്ള ഓരോ തുറക്കലിലും നിശ്ചിത നിരക്ക് ബാങ്ക് ഈടാക്കും. വലുപ്പം പരിഗണിക്കാതെ തന്നെ എല്ലാ വർഷവും 12 സന്ദർശനങ്ങൾ ഉപഭോക്താക്കൾക്ക് അനുവദിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഓരോ ബാങ്കുകളുടെയും സ്ഥലങ്ങൾ അനുസരിച്ച് ഈ നിയമങ്ങളിൽ അല്പം മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ലോക്കറിൽ സൂക്ഷിച്ചിട്ടുള്ള വസ്തുക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെടുകയോ ഏതെങ്കിലും കുറവ് സംഭവിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ പോലീസിൽ പരാതി കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ബാങ്കിൽ രേഖാമൂലമുള്ള പരാതിയും നൽകണം. കൂടാതെ ലോക്കർ ഇരിക്കുന്ന ഏരിയയിലുള്ള CCTV ദൃശ്യങ്ങൾ നൽകാൻ ബാങ്കിനോട് ആവശ്യപ്പെടാനും സാധിക്കും. ഇനി ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉപഭോക്താവിന് ലഭിക്കേണ്ട പ്രതികരണം ലഭിച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ RBIക്ക് നേരിട്ട് പരാതി നൽകാനാവുന്നതാണ്.